ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് 10th ലെവൽ മെയിൻ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2021 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇരവികുളം, പാമ്പാടുംചോല, സൈലന്റ് വാലി, മതികെട്ടാൻചോല ഇവയിൽ വേറിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സൈലന്റ് വാലി. യു വിമൽകുമാർ 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ഇനം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ബാഡ്മിന്റൺ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് മേൽപ്പറഞ്ഞവയിൽ ആവശ്യമായത് അല്ലെങ്കിൽ ആവശ്യമായവ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നതോ അംഗീകരിച്ചതോ ആയ തിരിച്ചറിയൽ കാർഡ്, വോട്ടർ പട്ടികയിൽ പേര്, 18 വയസ്സ് പൂർത്തീകരിക്കുക. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികൾ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഇതൊന്നുമല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, കില. മേൽ പറഞ്ഞവയിൽ കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ശ്രേണി കണ്ടെത്തുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഒന്നാമത്തേതാണ്. ആന, വേഴാമ്പൽ, കണിക്കൊന്ന, തെങ്ങ്. ഇവയിൽ ശരിയായ ജോഡി ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, രണ്ടാമത്തേത്. വിന്ധ്യാപർവ്വതം ഉപദ്വീപീയ പീഠഭൂമി. ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. താഴെ പറയുന്നവയിൽ കേരളത്തിന്റെ ശരിയായ അതിരുകൾ ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, നാലാമത്തേത്. കർണാടക, തമിഴ്നാട്, അറബിക്കടൽ. ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ, പ്രസിഡന്റ്, മുനിസിപ്പാലിറ്റി അധ്യക്ഷൻ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ചെയർമാൻ. കേരളത്തിന്റെ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് സ്ഥിതി ചെയ്യുന്നത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, മലനാടിനും തീരപ്രദേശത്തിനും മധ്യേ. സുന്ദരവനം ഡെൽറ്റയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഭാഗത്ത് രൂപം കൊണ്ടത്. ഇവരിൽ ആർക്കാണ് 2015 അർജുന അവാർഡ് ലഭിച്ചത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, PR ശ്രീജേഷ്. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതു വിഭാഗത്തിലാണ് കൃഷ്ണ നദി ഉൾപ്പെടുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഡെക്കാൻ നദികൾ. കേരളത്തിലെ ചില ഭവന പദ്ധതികളാണിവ. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഭവന പദ്ധതി ഇവയിൽ ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, രണ്ടാമത്തേത്. പുനർഗേഹം. കേരളത്തിലെ ചില ജലവൈദ്യുത പദ്ധതികളാണിവ. ഇവയിൽ ഒരെണ്ണം മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നു. അത് ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, നാലാമത്തേത്. പള്ളിവാസൽ. 2017 ഫിഷറീസ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് കേരളത്തിലെ മത്സ്യോൽപാദനത്തിന്റെ കണക്കാണ് പട്ടികയിൽ തന്നിട്ടുള്ളത്. മത്സ്യോൽപാദനത്തിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതു വർഷം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 2014-15. താഴെ തന്നിട്ടുള്ളവയിൽ KSEBയുടെ ഉടമസ്ഥതയിലുള്ള വൈദ്യുത പദ്ധതി ഏതെല്ലാം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഇവയെല്ലാം. ശബരിഗിരി, ഇടമലയാർ, കുറ്റ്യാടി, പെരിങ്ങൽകുത്ത്. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളാണ് ചുവടെ തന്നിട്ടുള്ളത്. ഇവയിൽ വ്യത്യസ്തത പുലർത്തുന്ന തടാകം ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, മാനാഞ്ചിറ. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി പ്രതിഷേധമുയർത്തിയ ആൾ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, മംഗൾ പാണ്ഡെ.
ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ്. ആര്യസമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി സ്വാമി ദയാനന്ദ സരസ്വതി. ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി കഴ്സൺ പ്രഭു. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന പ്രസിദ്ധമായ പ്രഖ്യാപനം ആരുടെ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്. കേരള സംസ്ഥാന രൂപീകരണം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 1956 നവംബർ 1. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി പഴശ്ശിരാജ. പുന്നപ്ര വയലാർ സമരം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 1946. ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം കണ്ട് കേരളം ഒരു ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ചത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സ്വാമി വിവേകാനന്ദൻ. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ കെ കേളപ്പൻ. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഗ്രാമസഭ. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്ന് പറഞ്ഞത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. നിയമവാഴ്ച എന്നാൽ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നുകാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി പ്രതിപക്ഷം. ഇന്ത്യൻ ഭരണഘടനാ ശില്പി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഡോക്ടർ ബി.ആർ. അംബേദ്കർ. 2 ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി പി.വി. സിന്ധു. ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിലെ മലയാളി ഗോൾ കീപ്പർ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി പി.ആർ. ശ്രീജേഷ്. മിശ്രിത സമ്പദ്വ്യവസ്ഥയുമായി ബന്ധപ്പെടുന്ന പ്രസ്താവന ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 1, 2. പൊതുമേഖലയ്ക്ക് പ്രാധാന്യം, സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം. താഴെ പറയുന്നവയിൽ ഏതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ പെടാത്തത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി CISR. ഇന്ത്യ ഗവൺമെന്റിന്റെ മേക്ക് ഇൻ ഇന്ത്യ പോളിസിയെ സാമ്പത്തികാസൂത്രണത്തിന്റെ ഏത് ലക്ഷ്യവുമായി ഏറ്റവും അനുയോജ്യമായി ബന്ധിക്കപ്പെടുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി സ്വാശ്രയത്വം. ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സോവിയറ്റ് യൂണിയൻ. 2ാം പഞ്ചവത്സര പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് താഴെ പറയുന്നതിൽ ഏതെല്ലാം ഭാഗങ്ങളിലാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 1 and 2. കനത്ത വ്യവസായം, വലിയ ഡാമുകളുടെ നിർമ്മാണം. 2021 ഇന്ത്യ വികസിപ്പിച്ച അഗ്നി പ്രൈം മിസൈൽ ഏതു സംസ്ഥാനത്ത് നിന്നാണ് വിക്ഷേപിച്ചത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഒഡീഷ. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ച സ്ഥാപനമേത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപത്തിന്റെ പേര്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി കേരള നടനം. എയർബോൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്?
റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ബാസ്കറ്റ്ബോൾ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആര്യഭട്ട. അമ്പിളി ചിരിക്കും മാനത്ത് തുമ്പ ചിരിക്കും താഴത്ത്, ഈ വരികൾ ആരെഴുതിയതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ONV കുറുപ്പ്. ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിട്ടില്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആർക്കാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി വയലാർ രാമവർമ്മ. 2019 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ വ്യക്തി? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി രജനീകാന്ത്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ 2ാം സ്ഥാനം ലഭിച്ച രാജ്യമേത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ചൈന. 2020 വയലാർ പുരസ്കാര ജേതാവാര്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഏഴാഞ്ചേരി രാമചന്ദ്രൻ. 2021 കേരള സയൻസ് കോൺഗ്രസ് നടന്ന സ്ഥലം ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി തിരുവനന്തപുരം. സങ്കരയിനം ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി പരപരാഗണം നടത്തിയിട്ട്. ഭൂമിയിലെ ജലസ്രോതസ്സിൽ ഭൂഗർഭജലത്തിന്റെ സാന്നിധ്യം എത്ര? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 2% കുറവ്. മുറിവുകളിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമേത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി കെ. ഡയഫ്രം എന്ന ശരീരഭാഗം ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ശ്വാസകോശം. വനം വകുപ്പിന്റെ വനശ്രീ സെൽ കൈകാര്യം ചെയ്യുന്ന വിഷയം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ വനവിഭവങ്ങളുടെ വിപണനം. COVID-19 നേരിട്ട് ബാധിക്കുന്ന ശരീരഭാഗം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ശ്വാസകോശം. ഇന്ത്യയിൽ ചായ എത്തിയത് ഏത് രാജ്യത്തു നിന്നാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ചൈന. അന്തരീക്ഷത്തിലെ ജലകണികകളിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണവിസ്മയമാണ് മഴവില്ല്. മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസമേത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി പ്രകീർണനം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി രാസോർജം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സംവഹനം. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ മാലിക് ആസിഡ്. പാരക്കോൽ ഉപയോഗിച്ച് ഒരാൾ വലിയ ഒരു പാറക്കല്ല് ഉയർത്തുന്നു. ഈ സന്ദർഭത്തിൽ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി രോധത്തിനും യജ്ഞത്തിനും ഇടയിൽ ദാരം. ഇത് സെയിം ടെക്സ്റ്റിലെ അതേ കോപ്പിയാണ് കേട്ടോ. ശരി. പാചകവാതകമായ LPGയുടെ പ്രധാന ഘടകം ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ബ്യൂട്ടേൻ. അന്താരാഷ്ട്ര പീരിയോഡിക്കൽ ടേബിൾ വർഷമായി UN ആചരിച്ച വർഷം ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 2019. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 1, 2, 3 ശരിയാണ്. മലേറിയ, മന്ത്, സിക്ക വൈറസ് രോഗം. അപ്പോൾ ഈ 3 രോഗങ്ങളും പരത്തുന്നത് കൊതുകാണ്. ഇവയിൽ കൈകളുടെ ശുചിത്വക്കുറവ് കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ടൈഫോയിഡ്. വാക്സിൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി
2 മാത്രം ശരി. പോളിയോ തുള്ളിമരുന്ന് ഒരുതരം വാക്സിനാണ്. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഉപ്പ് അധികമുള്ള ഭക്ഷണം കഴിച്ചാൽ രക്തസമ്മർദ്ദം കുറയും. പ്രമേഹത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കാം. പാലിയേറ്റീവ് പരിചരണത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. തീവ്രരോഗബാധിതർക്കും അവരുടെ കുടുംബത്തിൻ്റെയും ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നു. ആശ്വാസ കിരണം പദ്ധതി ഉപഭോക്താക്കൾ ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. രോഗികളെ പരിചരിക്കുന്നവർക്ക്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കോവിഡ് വാക്സിൻ കോവാക്സിൻ 2ാം ഡോസ് എത്ര ദിവസം കഴിഞ്ഞാണ് എടുക്കേണ്ടത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. 28 ദിവസം കഴിഞ്ഞ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ചത് ഏത് സംസ്ഥാനത്താണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. കേരളം. പ്ലാസ്റ്റിക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന ശരിയായ രീതി ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. പുനരുപയോഗിക്കുക. താഴെ കൊടുത്തിട്ടുള്ളവയിൽ സാംക്രമിക രോഗം ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ക്ഷയരോഗം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. CT സ്കാൻ. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് ജീവിയാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. കൊതുക്. നവകേരളം കർമ്മപദ്ധതിയിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. തൊഴിലുറപ്പ് പദ്ധതി. താഴെ പറയുന്നവയിൽ ജൈവിക കൊതുക് നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞതെല്ലാം. ഗപ്പി, മാനത്തുകണ്ണി, ഗംബൂസിയ. ലോക ടോയ്ലറ്റ് ദിനം എന്ന്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. നവംബർ 19. സ്ക്രബ് ടൈഫസ് രോഗത്തിന് പ്രത്യേകമായുള്ള ലബോറട്ടറി പരിശോധന? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. വീൽഫെലിക്സ് ടെസ്റ്റ്. സുസ്ഥിര വികസന ലക്ഷ്യപ്രകാരം 2030ഓടെ ഇന്ത്യയിൽ നിന്നും നിവാരണം ചെയ്യേണ്ട പ്രാണിജന്യ രോഗങ്ങൾ ഏതെല്ലാം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. മലമ്പനി, മന്തുരോഗം, കരിമ്പനി. ഈച്ചയുടെ ജീവിതചക്രം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. മുട്ട, ലാർവ, പ്യൂപ്പ, മുതിർന്ന ഈച്ച. ഇതൊക്കെ ടെക്സ്റ്റിൽ അതുപോലെ ചോദിച്ചേക്കുക. ലോക കൊതുക് ദിനം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ആഗസ്റ്റ് 20. സാൻഡ് ഫ്ലൈ പരത്തുന്ന രോഗം? റൈറ്റ് ആൻസർ ഈസ് മുകളിൽ പറഞ്ഞതെല്ലാം. കല അസർ, ഓറിയന്റൽ സോർ, സാൻഡ് ഫ്ലൈ ഫീവർ. മലമ്പനി രോഗാണുക്കൾ ഏത് അവയവത്തെ ബാധിക്കുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. കരൾ. കോളറ ബാധയുണ്ടാക്കുന്ന രോഗാണു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. വിബ്രിയോ കോളറ. താഴെ പറയുന്നതിൽ പകൽ സമയം കടിക്കുന്ന കൊതുക്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഈഡീസ്. നമ്മൾ 90 ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.